മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം താരതമ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. തിരുസഭയുടെ രണ്ട് തൂണുകളാണ് വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. പത്രോസ് ലീഹ ഈശോയെ തള്ളിപ്പറഞ്ഞവനാണ്, ഈശോയിൽ നിന്ന് മാറിപ്പോയവനാണ് പത്രോസ് ലീഹ. പൗലോസ് ലീഹ ഈശോ എന്ന പേര് കേട്ടാല് ക്രോധത്താൽ നിന്നവനാണ്. കർത്താവിന്റെ സഭയെ നശിപ്പിക്കാൻ നടന്നവനാണ്, എന്ന് പറഞ്ഞാൽ കർത്താവിനെ തന്നെ നശിപ്പിക്കാൻ നടന്നവനാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറുകയാണ്. ഈശോയ്ക്ക് വേണ്ടി തീഷ്ണതയാൽ ജ്വലിക്കുന്നവരായിട്ട് മാറുകയാണ്. ഈശോയ്ക്ക് വേണ്ടി ഏത് സാധനവും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നവരായിട്ട് ഇവർ രണ്ടുപേരും മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരാൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞു, മറ്റേയാൾ കർത്താവിനെ നശിപ്പിക്കാൻ നടന്നു. തള്ളിപ്പറഞ്ഞവനും നശിപ്പിക്കാൻ നടന്നവനും എങ്ങനെയാണ് കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യരായിട്ട് മാറിയത്? ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുകയാണ്. ഈ മാറ്റം എങ്ങനെയുണ്ടായി? പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ടുപേരും കർത്താവിനെ സ്നേഹിച്ചു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് 3 പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിച്ച് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന്റെ കേടുകളൊക്കെയും കർത്താവ് പത്രോസ് ലീഹായിൽ നിന്ന് നീക്കുക. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് ലീഹ 3 പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞു. പൗലോസ് ലീഹ എന്തുമാത്രം ക്രോധത്തോടുകൂടെ കർത്താവിനെതിരെ പ്രവർത്തിച്ചു, അത്രമാത്രം കർത്താവിനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഒന്നിനും എന്നെ മാറ്റാനായിട്ട് സാധിക്കുകയില്ല എന്ന സഹനത്തിനോ പീഡകൾക്കോ രോഗത്തിനോ നാശത്തിനോ ഒന്നിനെയും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റാനായിട്ട് സാധിക്കുകയില്ല എന്ന് പൗലോസ് ലീഹ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിലൂടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കടങ്ങളും തീർത്തവരാണ് വിശുദ്ധ പത്രോസ് ലീഹായും വിശുദ്ധ പൗലോസ് ലീഹായും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. ദൈവത്തിൽ നിന്ന് പലപ്പോഴും നമ്മളൊക്കെ അകന്നു പോകാറുണ്ട്. ദൈവത്തിൽ നിന്ന് മാറിപ്പോയി നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നാശത്തിന്റെ വക്കൽ കൊണ്ടുവയ്ക്കാറുണ്ട് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഇന്നുവരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ കടങ്ങളും കർത്താവിൽ നിന്ന് എത്രമാത്രം അകന്നുപോയോ അതൊക്കെയും മാറ്റാനായിട്ട് സാധിക്കും. സ്നേഹിച്ചാൽ മതി. സ്നേഹത്തിൽ തീരാത്ത കടങ്ങളൊന്നും ദൈവത്തിന്റെ പക്കലില്ല എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തോട് അടുക്കണമെങ്കിൽ സ്നേഹമുണ്ടായിരിക്കണം. കർത്താവിനോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം എന്തുമാത്രം താഴെ കിടക്കുകയാണെങ്കിലും അത്രമാത്രം നമ്മുടെ ജീവിതത്തെ ഉയർത്താനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നും ഈ വിശുദ്ധരുടെ ജീവിതം നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും താഴേക്ക് പോയവരാണ്. സ്നേഹമുണ്ടായപ്പോൾ രണ്ടുപേരുടെയും ജീവിതം ദൈവം ഉയർത്തുകയാണ്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒത്തിരി താഴേക്ക് പോകാറുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ താഴേക്ക് പോകാറുണ്ട്. നമ്മുടെ ഭൗതിക മേഖലകളിൽ, നമ്മുടെ അധ്വാന മേഖലകളിൽ നമ്മൾ താഴേക്ക് പോകാറുണ്ട്. അത്രമാത്രം നമ്മളൊക്കെ താഴ്ത്തപ്പെട്ട് നിൽക്കുന്നു എന്ന് നമ്മളൊക്കെ വിചാരിച്ചാലും അത്രമാത്രം ദൈവം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ഉയർത്തുവാനായിട്ട് കഴിവുള്ളവനാണ് അവിടുന്ന് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക. പത്രോസ് പൗലോസ് ലേഖന്മാരുടെ ജീവിതം നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണ്. അവരുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം. കുറവുകളുണ്ടെങ്കിലും സ്നേഹിച്ചാൽ തീരാത്ത കുറവുകളൊന്നുമില്ലെന്ന് മനസ്സിലാക്കുക. സ്നേഹിച്ചാൽ നമ്മൾ എത്രമാത്രം താഴെയാണെങ്കിലും അത്രമാത്രം നമ്മുടെ ദൈവം ഉയർത്തും. ഈശോയോടുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയം ജ്വലിക്കട്ടെ. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു ദിവസം മുഴുവനും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യവും ഇത് തന്നെയാണ്. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കരങ്ങളെ യാചനയോടെ പിടിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്
ഇവരുടെ പ്രവർത്തന മേഖലകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. കർത്താവെ, എല്ലാറ്റിനും ഉപരിയായിട്ട് അങ്ങയെ സ്നേഹിക്കുവാനും സ്നേഹത്തിലൂടെ കടങ്ങളും കടങ്ങളെല്ലാം മാറ്റുവാനായിട്ടും ഇവരെ സഹായിക്കണമേ. സ്നേഹിക്കുന്ന ഇവരെ അങ്ങ് ഉയർത്തണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഉയർച്ച നൽകണമേ. കുടുംബത്തിൽ സമാധാനം നൽകണമേ. പഠനങ്ങളിൽ ഉയർച്ച നൽകണമേ. ഇവരെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ദിവികാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, പഠന മേഖലകളിൽ നിന്ന്, വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. അന്ധകാരത്തിന്റെ എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.